ഇത് വരട്ടാനുള്ള മത്തങ്ങയാണ്. അത് കുക്കറിൽ നിന്ന് കോരി എടുത്ത് വെച്ചു, ഒട്ടും വെള്ളമില്ലാതെ. എന്നിട്ട് ഇതേ മത്തങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് മത്തങ്ങ വിളയിക്കാനുള്ള ശർക്കര ആദ്യം ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ മത്തങ്ങ എടുത്തിരിക്കണം കേട്ടോ. അത് കുക്കറിൽ നന്നായി വേവിച്ചുടച്ചിട്ട് അതിലേക്ക് 1/2 കിലോ ശർക്കരയും 1 തേങ്ങയും ചേർത്തിട്ടുണ്ട്. തേങ്ങ എത്ര ആയാലും അധികമാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം വേണ്ടത് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയുമാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചായ ഗ്ലാസ്സിന് പുഴുക്കലരി എടുത്ത് വറുത്ത് പൊടിച്ച് ചേർക്കണം കേട്ടോ. ശർക്കര ഉരുകുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരി വറക്കാം. ഇത്ര അരി എടുത്തേക്കണത് കേട്ടോ. ശർക്കര ഉരുകിയിട്ടുണ്ട്. നമുക്കിനി അത് ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കാം. നമുക്ക് മത്തങ്ങ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ അത് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കും. ഉടച്ച മത്തങ്ങ നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഒരു ചെറിയ തേങ്ങ അതിലേക്ക് ചേർത്തേക്കണത് കേട്ടോ. തേങ്ങ എന്തോരം വേണമെങ്കിലും ചേർക്കാം. തേങ്ങ എത്ര ആയാലും അധികമാവില്ല. ഇത് നല്ല ഹെൽത്തിയാണ്. നല്ല വൈറ്റമിൻസ് ഉണ്ട് ഇതിൽ. പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇതിലേക്ക് ഇത് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യ് കട്ടി പിടിച്ച് പോയി, ഫ്രിഡ്ജിലിരുന്നതാണ്. ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇളക്കി വറ്റിക്കണം. നല്ല ടേസ്റ്റാണിത്. ആലുവ പോലെ ഉണ്ടാവും. പിന്നെ നല്ല മൂത്ത മത്തങ്ങ വേണം എടുക്കാൻ കേട്ടോ. നല്ല ഉള്ളു ചുമന്നിരിക്കുന്ന മത്തങ്ങ വേണം. ഇളക്കി നമുക്ക് ഉരുളിയുടെ അടി ഇങ്ങനെ കാണണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണേ, അത് ഇതുപോലെ തെറിക്കും. അപ്പോൾ നമുക്കത് സിമ്മിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. ഒരു അടുപ്പിൽ അരിയും കൂടെ വറക്കുന്നുണ്ടേ. അരി വറുത്ത് പൊടിച്ചിടുന്നതിന് പകരം കുറച്ച് അവലോസ് പൊടി ഇട്ടാലും നല്ലതാട്ടോ.
ഇതാ അതിൻ്റെ പാകം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഉരുളിയുടെ അടി നന്നായിട്ട് ഇങ്ങനെ കാണും. ഇനിയും വെള്ളം വറ്റാനുണ്ട്. നമ്മൾ മത്തങ്ങ വേവിച്ചത് കുറച്ചൊരു ഉപ്പിട്ടിട്ടോ. സാധാരണ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പോലെ പാകത്തിന് ഉപ്പ് വേണ്ട, കുറച്ചൊരു ഉപ്പിട്ട് വേവിച്ചാൽ മതി. വേവിക്കുമ്പോൾ വെള്ളം അധികം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. പോലും മത്തങ്ങയിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും. അടി കാണുന്നുണ്ട്. ഇങ്ങനെ ആവട്ടെ, ഇങ്ങനെ ശരിക്കും കാണട്ടെ. പിന്നെയും വെള്ളം വറ്റാനുണ്ട്. വെള്ളം ഇനിയും വറ്റാനുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കിയാൽ. പിള്ളേർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ സ്പൂൺ എടുത്ത് കൊടുക്കാൻ നല്ലതാണ്. കറി വെച്ച് കൊടുത്താലൊന്നും അവർ തിന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. നല്ല വൈറ്റമിനുമാണ്. അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം കേട്ടോ. ഞാനിടുന്നില്ല. ഉരുളിയുടെ അടി ഇങ്ങനെ കാണാൻ തുടങ്ങുന്നതാണ് കേട്ടോ അതിൻ്റെ പാകം. കുറച്ചും കൂടെ ഒരു വെള്ളം വറ്റാനുണ്ട്. ഇനി നമുക്ക് അരി വറുത്ത് പൊടിച്ചതിലേക്ക് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് മാറും. 1 ഗ്ലാസ് അരി വറുത്ത് പൊടിച്ചതാട്ടോ ഇത്. നമുക്കിതിലേക്ക് കുറച്ചൊരു ഏലക്കാപ്പൊടി ചേർക്കാം. ഇത്രേ ചേർക്കണുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ജീരകം പൊടിച്ചതാണ്. ഉരുളിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് മാറട്ടെ. കണ്ടോ ഇങ്ങനെ, കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വിട്ട് മാറണുണ്ടോ? കണ്ടോ ഇങ്ങനെ വിട്ട് മാറട്ടെ. ഇതുപോലെ അരി വറുത്ത് പൊടിച്ചിട്ടപ്പോഴേ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നൊക്കെ അത് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് മാറും. ഒരു 3-4 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കേടാവൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം ഒരു 10-15 ദിവസത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് മാറി വരുന്ന പാകത്തിന് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മത്തങ്ങയ്ക്കാണെങ്കിൽ വിലയും കുറവാണ്.